ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം മത്തങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ വേവിച്ചെടുക്കണം. ഇതിനു വേണ്ട കഷ്ണങ്ങൾ 2 മുരിങ്ങക്ക, 2-3 വെണ്ടയ്ക്ക, 2 തക്കാളി, ഒരു കഷ്ണം മത്തങ്ങ, കുമ്പളങ്ങ, ഒരു 10-15 ചെറിയുള്ളി, 2 കിഴങ്ങ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി മത്തങ്ങയും പരിപ്പും കൂടെ വേവിച്ചെടുക്കാം. പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വയ്ക്കാം. ഇനി വേറെ ഒരു കുക്കറിൽ മറ്റ് കഷ്ണങ്ങളും കൂടെ വേവിച്ചെടുക്കാം. കിഴങ്ങിട്ട് കൊടുക്കുക. കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, 2 പച്ചമുളകാണ്, 15 ചുവന്നുള്ളി ഉണ്ടാവും. ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുക. ഞാൻ വേവിക്കുമ്പോഴാണ് കായം ചേർക്കാറ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലും ഇട്ട് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേകാൻ വയ്ക്കാം. ഇനി അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് അതിലിട്ട് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം 10 സെക്കൻഡ് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക അതിലിട്ടൊന്ന് ചൂടാക്കണം. അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ പോകാനാണ്. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അത് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോ നോക്കാം. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി മുരിങ്ങക്ക അതിലിട്ട് വേവിച്ചെടുക്കണം. ഒരു വിസിലടിച്ചാൽ മതിയാകും. ഇപ്പോൾ വെണ്ടയ്ക്കയൊക്കെ വെന്തോ എന്ന് നോക്കാം. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി പരിപ്പ് വെന്തോ എന്ന് നോക്കാം. പരിപ്പും മത്തങ്ങയും നന്നായി വെന്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മുരിങ്ങക്കായും കൂടെ ഇട്ട് അടിച്ച് അത് വെന്തതിന് ശേഷം ആ കഷ്ണങ്ങളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ കുറച്ചിട്ട് കൊടുക്കണം.
പുളി ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. അതിനാവശ്യമായ ചാറിനുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ വഴറ്റിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് ഇനി വേറെ പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വേറെ മുളകൊന്നും ഞാൻ വഴറ്റി ഒഴിക്കുന്നില്ല. വറ്റൽമുളകൊക്കെ അതിൽ തന്നെ എണ്ണയിൽ തന്നെ മൂപ്പിച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർക്കുക. ശർക്കര ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വീട്ടിലുണ്ടായത് തന്നെയാണ്. അതും സാധാരണ മല്ലിയുടെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.